ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ നമ്മളിന്ന് ഇവിടെ അടുത്തൊരു മാർക്കറ്റിൽ പോയതാണ്. അവിടെ ചെന്നപ്പോഴും നാട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഇടിച്ചക്ക, ചെറിയ ചക്കയൊക്കെ ഇവിടെ നമ്മൾ ചന്തയിൽ കണ്ട് അന്നേരം വാങ്ങിച്ച് നമ്മളവിടെ വെറുതെ കിട്ടുന്നത് ഇവിടെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുറച്ച് ഫിഷും കൂടെ വാങ്ങിച്ച്. ഫിഷ് നമ്മൾ ഇവിടെ കുളത്തിൽ വളർത്തുന്ന മീനാണ്. കടലിലെ മീനും കിട്ടും, അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ചൂര, അയില അങ്ങനത്തെയൊക്കെ കിട്ടും. ഇതിപ്പോൾ ഇവിടുത്തെ കട്ട്ല ഫിഷും രോഹുവും അങ്ങനെയൊക്കെ പറയുന്ന ഫിഷുകളാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഇതാണ് അവിടുന്ന് വാങ്ങിച്ച ഇടിച്ചക്ക പരുവത്തിനുള്ള ചക്ക. അപ്പോൾ ഇതിനെ നമുക്ക് തോരൻ വെക്കുന്ന കാണിക്കാം. നമ്മൾ ഇടിച്ചക്ക തോരൻ എന്ന് പറയും. പല സ്ഥലത്തും പല പേരായിരിക്കും പറയുന്നത്. ഞങ്ങളൊക്കെ ഇടിച്ചക്ക തോരൻ എന്ന് പറയുന്നു, കൊത്തച്ചക്ക തോരൻ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. അപ്പം ഇത് കിലോ 100 രൂപയാണ് ഇപ്പോൾ വില. അപ്പം നമുക്ക് ചെറുതൊരെണ്ണം കിട്ടി. തീരെ പൊട്ടാണിത്, വിളഞ്ഞു വരുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇതിനകത്ത് കൂഞ്ഞ് നടുക്കിരിക്കുന്ന സാധനത്തിന് പറയുന്നത് കൂഞ്ഞ് മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ അതിനെ വെട്ടിയെടുത്ത് പകുതി മതി നമുക്ക് ഒരു ദിവസത്തേക്ക്, ഒരു നേരത്തേക്ക് വെക്കാൻ. ഉച്ചക്കലത്തേക്ക് മാത്രം മതി, പിന്നെ രാത്രിയിലത്തേക്ക് റൊട്ടി എന്തെങ്കിലും ആയിരിക്കും. ഇത് അധികം വിളയാത്തതുകൊണ്ട് ഇതിന് കറിയൊന്നും അധികം ആയിട്ടില്ല. പിന്നെ നമ്മളതിനെ പീസാക്കി കഴുകി ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. കട്ട് ചെയ്യുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം, സൈസൊക്കെ. നമുക്കിപ്പം ഇത് വേവിച്ചിട്ട് ചതച്ചെടുത്തിട്ടാണല്ലോ തോരൻ വെക്കുന്നത്. അപ്പം സൈസ് ഇപ്പം വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല, അത് കഷ്ണം വെന്ത് കിട്ടിയാൽ മതി. അപ്പം നമ്മളതിനെ ചെറിയ പീസസ് ആക്കി അത് നമുക്ക് കഴുകിയെടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമ്മളതിനെ പീസസ് ആക്കി കഴിഞ്ഞ് കയ്യിൽ കുറച്ചൊക്കെ കറ പറ്റിയിരുന്ന്, അപ്പോൾ അതിനെ നമുക്ക് എണ്ണ തേച്ച് കറയൊക്കെ മാറ്റിക്കളയാം. അപ്പം നമ്മളിത് വയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കറണ്ട് പോയി. കറണ്ടില്ലായിരുന്നു. കറണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകിട്ടെങ്ങാണ്ടേ വരത്തുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് മിക്സിക്കകത്തിട്ട് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇത് കഷ്ണം കഴുകി എടുത്തിട്ട് അതിനെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. കറണ്ടില്ലാത്ത കാരണം പിന്നെ നമ്മൾ ഇടികല്ലിനകത്തിട്ട് ചതച്ചാണ് എടുത്തത്. നല്ലോണം മിക്സിക്കകത്താണെങ്കിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിപ്പം കറണ്ടില്ലാത്ത കാരണം ഇടികല്ലിനകത്തിട്ട് ഇടിച്ചിടിച്ച് കൈക്ക് ഇടികിട്ടി അങ്ങനെ ചതച്ചാണ് എടുത്തത്. അങ്ങനെ കുത്തിയിരുന്ന് ചതച്ച് കുറേശ്ശെ ചെറിയ ചെറിയ കഷ്ണങ്ങളില്ലേ, അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ചെറുതായതുകൊണ്ട് ഇടികല്ലും ചെറുതായതുകൊണ്ട് കുറേശ്ശെ എടുത്തിട്ടേ ഇടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ തറയിൽ കുത്തിയിരുന്ന് ടേബിളിൻ്റെ പുറത്ത് വെച്ചപ്പം ഇടിക്കാൻ പറ്റുന്നില്ല ശരിക്ക്. പിന്നെ തറയിൽ കുത്തിയിരുന്ന് ഇടിച്ചെടുത്ത് ഇവിടെ ഇടിച്ചിടിച്ച് കൈക്ക് നല്ല സൂപ്പറായിട്ടൊരു ഇടി കിട്ടിയിട്ടുണ്ട്. തെറിച്ചു പോയി ഇടികല്ല് പോലും. നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ചുമന്നിട്ടുണ്ട് അവിടെ. സാരമില്ല, പിന്നെ ബാക്കി ആ ഫോഴ്സിൽ തന്നെ ഇടിച്ച് തീർത്തെടുത്തു. അങ്ങനെ ചക്കയെല്ലാം ചതച്ചെടുത്തതിന് ശേഷം നമുക്കതിനകത്ത് ഇടാനുള്ള അരപ്പിടണം. അരപ്പിനും മിക്സിക്കകത്ത് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് അതും തേങ്ങ ചിരകിയതുമല്ല, നമ്മൾ ചെറിയ പീസസ് ആക്കിയാണ് എടുക്കുന്നത്. അതും ചെറിയ പീസാക്കിയതും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് ചതച്ചെടുത്തു. അത് കുറച്ച് സമയം എടുത്ത്, തേങ്ങ ചിരകിയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചതഞ്ഞേനെ. ഇതിപ്പം പീസസ് ആക്കിയത് കൊണ്ട് കുറച്ച് സമയം എടുത്ത് ചതച്ചെടുക്കാൻ. അങ്ങനെ അതും ചതച്ചെടുത്ത് അതിൻ്റെ കൂട്ടത്തിയിട്ട് പിന്നെ സാധാരണ പോലെ കടുക് വറുത്ത് ഇട്ടെടുത്താലും മതി. എൻ്റെ ഈ ഇടിയെല്ലാം ഒരു 10 വർഷത്തിൽ മേൽ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് അന്നത്തെ സമയത്ത് ഇത്രയും ചെറുതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ മാറ്റിയതുമില്ല. പിന്നെ അത് വെയിറ്റ് ഇല്ലാത്തതുമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ഇനി കടുക് വറുക്കാനായിട്ട് പാനെടുത്ത് ചൂടാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കുറച്ച് ഉഴുന്നിട്ട് വറക്കാം, ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് വറക്കണം. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും അതെല്ലാം കൂടെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി
എന്നിട്ട് നമുക്ക് ഈ ചതച്ച് വച്ചിരിക്കുന്നതും കൂടെ ഇട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്കത്തോരൻ റെഡിയാവും. കേരള സ്റ്റൈലിലുള്ള ഇടിച്ചക്കത്തോരൻ. അപ്പം ഇതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇടിച്ചക്കയുടെ സീസൺ കഴിഞ്ഞ് കാണുമായിരിക്കും, അറിയത്തില്ല. അപ്പം അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടിച്ചക്ക എളുപ്പമാണ് വെക്കാൻ. മിക്സിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ലതായിട്ട് കിട്ടിയേനെ. ഇതിപ്പോൾ ചതച്ചെടുത്ത കാരണം ഇച്ചിരി വലിയ പീസസൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പുണ്ടോ നോക്കിയിട്ട് നമ്മൾ വേവിക്കുമ്പം ചക്ക വേവിക്കുമ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് പോരാങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പിട്ട് നോക്കണം. ഇനിയിപ്പോൾ അധികം വേവിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അരപ്പിൻ്റെ പച്ചമണം മാറത്തക്കൊണ്ട് ഒന്ന് ആക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിള്ളേർക്കെല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും. ഇവിടുത്തെ അങ്കിത്തിനും അബിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാനിത് അതിൻ്റെ ബാക്കി ഭാഗം രണ്ടാമതെടുത്ത് തോരൻ വെച്ചതാണിത്. ഇതാണെങ്കിൽ നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നു, അപ്പം മിക്സിക്കകത്ത് അടിച്ചെടുത്തതാണ്. മറ്റേതിനെക്കാട്ടി ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ രണ്ടും വ്യത്യാസം കാണിക്കാനാണ് ഞാൻ രണ്ടും കൂടെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പിന്നെ നമ്മൾ ഇടിച്ചക്ക തോരനും കൂട്ടി ചോറ് കഴിച്ചാണ്ട് ഇത് കുറച്ചുകൂടെ വലിയ പീസസ് ആയിട്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇടിച്ചെടുക്കണമായിരുന്നു. അപ്പം കുഴപ്പമില്ല, ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്, നൈസായിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇടിച്ചക്ക തോരനും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ചോറ് കഴിച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.